പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 6 മുതൽ 7 വരെ തിരുവചന ഭാഗങ്ങൾ. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. യാക്കോബിൻ്റെ കിണറിൻ്റെ കരയിൽ ഈശോ ഒരു ആത്മാവിനു വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്ന രംഗമാണ് ഇത്. ഒരു സമരിയാക്കാരി സ്ത്രീ അവിടെ വരുമെന്നും അവൾ തൻ്റെ ആത്മാവിൽ കുറേ മുറിവുകളും പേറിയാണ് വരുന്നതെന്നും അവളുടെ ഹൃദയത്തിൽ പലതും പുകഞ്ഞു നീറുന്നുണ്ടെന്നും അറിയാമായിരുന്ന ഈശോ ആ ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടി തിരഞ്ഞെടുത്ത സമയം 6-ാം മണിക്കൂറായിരുന്നു. ഈശോ നമ്മുടെ ആത്മരക്ഷയ്ക്കു വേണ്ടി കുരിശിൽ മരിച്ചതും ഈ 6-ാം മണിക്കൂറിൽ തന്നെയാണ്. സമരിയാക്കാരിയുടെ ജീവിതവും ഈ 6-ാം മണിക്കൂർ പോലെയാണ്. പ്രത്യാശ അസ്തമിച്ച അവളുടെ ആത്മാവിനു വേണ്ടിയാണ് ഈശോയുടെ കാത്തിരിപ്പ്. നമ്മുടെയും ജീവിതത്തിൽ ചില 6-ാം മണിക്കൂറുകൾ ഉണ്ട്. സമരിയാക്കാരിയെപ്പോലെ ഹൃദയത്തിൽ പുകഞ്ഞു പോകുന്ന ഉത്കണ്ഠകളും ആകുലതകളും നമുക്കുമുണ്ടാകാം. പ്രതീക്ഷകളൊക്കെ മങ്ങിത്തുടങ്ങുന്ന 6-ാം മണിക്കൂറിൽ ഈശോ നമുക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കിണറിൻ കരയിൽ ഈശോ ഇരുന്നു കൊണ്ട് ചോദിക്കും, എനിക്ക് കുടിക്കാൻ വെള്ളം തരിക. ഈശോ തനിക്ക് ഒരു ദാഹമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുവാനാണ് ഇങ്ങനെ ചോദിച്ചത്. അത് ആത്മാവിൻ്റെ ദാഹമാണ്. നമ്മളും ഈശോയ്ക്ക് കൊടുക്കുവാൻ പോകുന്ന വെള്ളത്തിൽ കണ്ണുനീർ കലർന്നിട്ടുണ്ടാകാം. ഈശോ പറയും, നീ എനിക്ക് കുടിക്കാൻ തന്നാൽ മതി, ഞാൻ നിനക്ക് രക്ഷയുടെ ജീവൻ്റെ ജലം തിരിച്ചു തരാം. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയുടെ ചോദ്യത്തിനുള്ള ഉത്തരമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നോവുകളും വീഴ്ചകളും കുറവുകളും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മളെ രക്ഷിക്കുവാൻ എത്ര വലിയ സാഹസത്തിനും ഈശോ ഏതറ്റം വരെയും പോകും. കാരണം അത്രയ്ക്ക് വലുതാണ് കർത്താവിൻ്റെ സ്നേഹം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.